വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പാർട്സിൻ്റെ കറി വയ്ക്കാനാണ്. അപ്പോൾ അതിൽ നേന്ത്രക്കായും കൂടി കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് നെയ്യൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ലിവറും അതുപോലെ മാങ്ങയൊക്കെ വൃത്തിയാക്കി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറി വയ്ക്കാനായിട്ട് പോവാം. ചിക്കൻ പാർട്സും നേന്ത്രക്കായും വെച്ചിട്ടുള്ള കറി വയ്ക്കാനായിട്ട് ഞാൻ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീഴ്ത്താം. പിന്നെ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്കത് വാടി കിട്ടണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരക പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ ചിക്കൻ മസാല, ചിക്കൻ പാർട്സും കായും ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 4 വിസിലടിച്ചിട്ട് വെച്ചതാണ്. അത് അതിലിടാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അരമുറി നാളികേരത്തിൻ്റെ പകുതി നാളികേരം വറുത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചതാ. അത് പൊടിച്ചെടുക്കണ്ട, വെറുതെ ഇതിലിടാം. നന്നായി മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ പാർട്സും പിന്നെ നേന്ത്രക്കായും വെച്ചിട്ടുള്ള കറി റെഡിയായി. ചിക്കൻ പാർട്സ് കറി വയ്ക്കുമ്പോൾ ആ പാർട്സുകളൊക്കെ ഒന്ന് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സിൻ്റെ കറി റെഡിയായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.